Okay, screen കാണുന്നില്ലേ ഇപ്പൊ? Visible അല്ലേ? Yes, sir. Okay. ഇതാണ് നിങ്ങൾക്ക് ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ, അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ടാകുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡയമെൻഷണൽ അനാലിസിസുമായി റിലേറ്റഡ് ആയിട്ട് certain number of dimensional numbers, so non-dimensional numbers like Reynolds number, Mach number, further നമ്മൾ നോക്കാനാണ്. ഓക്കെ, ആ നമ്പേഴ്സിലേക്ക് പോകുന്നത് അതിന് ബേസിക് ആയിട്ട് ഈ നമ്പേഴ്സ് ഒക്കെ വരുന്നത് certain ഫോഴ്സ് തമ്മിലുള്ള റേഷ്യോസ് വെച്ചാണ്. ഓക്കെ, അതൊരു മൂവിങ് ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള certain amount of forces, certain different types of forces, right? ഈ ഫോഴ്സിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത് ഡയമെൻഷണൽ അനാലിസിസിൽ ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ കോൺസെപ്റ്റിലേക്ക് വരും. ഓക്കെ, ദീസ് നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡയമെൻഷണൽ അനാലിസിസ്. ഓക്കെ, സോ ഡയമെൻഷണൽ അനാലിസിസ് ഫർദർ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽ അനാലിസിസ് വരും. നമ്മൾ എപ്പോഴും ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ അനാലിസിസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ല, നമ്മുടെ ആക്ച്വൽ സ്റ്റഡീസിനെ ഒന്ന് ഈസി ആക്കാൻ, അല്ല അതുമായിട്ട് മുൻകൂട്ടി റൈറ്റ് അതുപോലത്തെ റിലേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ, ആ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്താ പറയുക ഡയമെൻഷൻ അനാലിസിസ് അതുമായിട്ട് മോഡൽ അനാലിസിസ് ഒക്കെ പറഞ്ഞത്. ഓക്കെ, ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഈ ഡയമെൻഷൻ അനാലിസിസ് മോഡൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ we need certain number of dimensional non-dimensional numbers. Okay? So these non-dimensional numbers are ratios of some certain amount of some kind of forces. So now we are discussing such forces related to a moving fluid. Okay, actually there are 6 types of forces related with the 6 different types of forces acting in a moving fluid. So what are those forces? First one, inertia force, viscous force, gravity force, pressure force, surface tension force, then elastic force. Okay. Basically, inertia force, it is equal to mass and acceleration, right? നമ്മൾ normally Newton's first law ഒക്കെ പഠിക്കുന്ന inertia അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആയിട്ട് കറക്റ്റഡ് ആയിട്ട് വരുന്ന F is equal to ma, അടങ്ങി വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് inertia force ആണ്, right? It is equal to then F is equal to ma ആണ്. It is equal to the product of mass and acceleration of the flowing fluid, and which will act in the opposite direction to the direction of acceleration, right? It always existing in the fluid flow problem. നമ്മൾ എപ്പോഴും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിനൊക്കെ എന്തായിരിക്കും മാസ് കൊണ്ട് വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി വേരിയേഷൻ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി വേരിയേഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഉണ്ടാകുമ്പോൾ ആക്സലറേഷൻ ഉണ്ടാവും. then mass into acceleration will be inertia force. There will be always an inertia force will be existing in a fluid flow problems or fluid flow systems. And second one is viscous force. Okay, viscous force നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താ ഒരു റിയാക്ഷൻ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഒരു വിസ്കസ് ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാലേ ഒരു സിലിണ്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു സർക്കുലർ സെക്ഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ അതിന്റെ സോളിഡ് സർഫസിലൂടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതായത് നമുക്കൊരു ഷിയറിംഗ് ആക്ഷൻ വരുമ്പോൾ ഒരു ഷിയർ സ്ട്രെസ് റിയാക്ട് ആവും. ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്തായിരിക്കും ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ആ ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ എന്താ പറയുന്നത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? It is equal to the product of shear stress due to viscosity and the surface areas of the last module ഇന്നത്തെ മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്ത സെയിം കാര്യമാണ്. ഷിയർ സ്ട്രെസ് ഇൻറ്റു നമ്മളിവിടെ ബൗണ്ടറി ലെയർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഷിയർ സ്ട്രെസ് ഇൻറ്റു ആ സർഫസ് ഏരിയ, ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റൈറ്റ്? Shear stress into area ആണ് വരുന്നത് viscous force. So initially inertia force, second one was viscous force, right? It has an important, it is present in fluid flow problems where viscosity is having an important role. എവിടെയാണോ വിസ്കോസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് ആക്ച്വൽ സിറ്റുവേഷനിൽ ഒരു നാച്ചുറൽ സിറ്റുവേഷൻ എടുത്ത് അവിടെയൊക്കെ എന്തുണ്ടാവും ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ടാവും. ഇൻവിസിഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. ഇൻവിസിഡ് ഫ്ലൂയിഡ്സ് ആർ ഐഡിയൽ ഫ്ലൂയിഡ്സ്. So there is no an existing condition in the natural situation. Actual situation there will not be any ideal flows, right? These ideal flows are only in imaginary condition. In every natural case there will be an viscosity for a flowing fluid. So if there is a viscosity parameter, then there will be certain amount of viscous force will be acting on a surface, right? Then third one is gravity force. പോസിറ്റിവിറ്റി ഗ്രാവിറ്റി നമ്മുടെ ബേസിക് ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. എന്താ അട്രാക്റ്റീവ് ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഗ്രാവിറ്റി ഫോഴ്സ് എം ഇൻറ്റു ജി, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. നമ്മൾ ബേസിക് ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്നതല്ലേ.
downward direction, always there will be an attraction to the Earth's center, that is the gravitational force, and it will be equal to mass into acceleration due to gravity. It's also kind of inertia force. It is also kind of inertia force, and it will be equal to mass into acceleration due to gravity of the flowing fluid. Then pressure force. Gravity it's a present in case of an open surface flow. Okay. Gravity force എപ്പോഴും exist ചെയ്യുന്ന ഒരു open surface flow in the case or open channel flow in the case. Then fourth one is pressure force. Pressure intensity, it is a product of pressure intensity into cross sectional area of a flowing fluid. So നമ്മൾ ഇതുവരെയുള്ള മോഡ്യൂൾസിലൊക്കെ up to this fifth module we have discussed different types of forces. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഓരോ മൊഡ്യൂൾസിന്റെ ഓരോ ടൈപ്സ് ഓഫ് ഫോഴ്സസ് എല്ലാം നോക്കി വന്നാണ്. സർഫസ് ടെൻഷൻ ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സർഫസ് ടെൻഷൻ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രഷർ ഫോഴ്സ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റി ഫോഴ്സ് നമ്മൾ നാച്ചുറലി എപ്പോഴും എക്സിസ്റ്റ് ചെയ്താണ്, എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വിസ്കസ് ഫോഴ്സ് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ വിസ്കസ് ഫ്ലോ പാരാമീറ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ നോക്കിയ പാരാമീറ്റർ കണ്ടന്റ്സ് തന്നെയാണ് നോക്കി ഇതുവരെ ഡിസ്കസ് ചെയ്ത് വിട്ട കേസസ് തന്നെയാണ്. അതൊന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. എന്തിന്റെ ബേസിലായിട്ട് നോൺ ഡയമെൻഷൻ നമ്പേഴ്സ്, ഡിഫറെന്റ് നോൺ ഡയമെൻഷൻ നമ്പേഴ്സിന്റെ ബേസിസിലായിട്ട് നോക്കുകയാണ്. So pressure force, it is equal to product of pressure intensity and cross-sectional area of the flowing fluid. Okay, it is equal to the product of pressure intensity and cross-sectional area of the flowing fluid. It is present in case of a pipe flow. Pipe flow is നമ്മൾ element എല്ലാം consider on opposite direction. ഒരു element എല്ലാം consider രണ്ട് direction opposite direction നമ്മൾ pressure force consider ചെയ്യില്ലേ? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. So what are the forces? First one, inertia force, then viscous force, then gravity force, fourth one is pressure force, then fifth one surface tension force. It is equal to product of surface tension and length of surface of the fluid. Okay, surface tension unit ഒക്കെ പറഞ്ഞിട്ടല്ലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരുന്നു സർഫസ് ടെൻഷന്റെ യൂണിറ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുമ്പോൾ പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂളിന്റെ നോട്ട്സ് ഒക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് നോക്ക്. അതിനകത്ത് സർഫസ് ടെൻഷൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. സർഫസ് ടെൻഷൻ പറയുമ്പോൾ നമ്മൾ അതിന്റെ സർഫസ് ടെൻഷന്റെ സിഗ്മ, സർഫസ് ടെൻഷന്റെ നൊട്ടേഷൻ സിഗ്മ, അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മള് അല്ലേ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ആ ലെങ്ത് എത്രയാണോ ലെങ്ത് ഓഫ് സർഫസ്, അതാണ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. സർഫസ് ടെൻഷൻ ഇൻറ്റു സിഗ്മ ഇൻറ്റു ലെങ്ത് ഓഫ് സർഫസ് ഓഫ് ദ ഫ്ലൂയിഡ്, അതാണ് സർഫസ് ടെൻഷൻ ഫോഴ്സ് FS. And sixth one is elastic force. Elastic force means it is equal to the product of elastic stress and area of the flowing fluid. Right? നമ്മൾ കൂടുതൽ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചാൽ ഇലാസ്റ്റിക് ഫോഴ്സ്, ഇലാസ്റ്റിക് സ്ട്രെസ്, നമ്മളൊരു റെപ്രസെന്റ് ഏരിയ ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിക്കുന്നത്. നമ്മൾ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കുന്നുണ്ട് ഇലാസ്റ്റിക് ഫോഴ്സ് എന്താ, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഇതൊക്കെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ എംഒഎസിൽ പഠിക്കുന്നുണ്ട്. ഇല്ല ബേസിക് ആണ്, എംഒഎസിലൊക്കെ ബേസിക് ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതല്ലോ. So these are the six different types of forces. First one inertia force, second one viscous force, third one gravity force, fourth one pressure force, surface tension force, then elastic force. And ഇതിനൊക്കെ relate ചെയ്തിട്ടാണ് different number of different kinds of dimensionless and dimensionless numbers നോക്കുന്നത്. Okay. First one is our usual Reynolds number. Okay, actually Reynolds number is the ratio of inertia force to the viscous force. ഇതൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവേണ്ടതാണ്. ഓക്കെ, ഈ ഓരോ നമ്പേഴ്സും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതിൽ റെനോൾഡ്സ് നമ്പറും റോഡ്സ് നമ്പറും. ഓക്കെ, റെനോൾഡ്സ് നമ്പർ ഈസ് ratio it is the ratio of inertia force to the viscous force. Inertia force to the viscous force, ratio of inertia force to the viscous force. So inertia force എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Inertia force എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ മാസ് എന്താ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് മാസ്. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം. സോ വോളിയം ബൈ ടൈം നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ബൈ ടൈം ഈസ് ഡിസ്ചാർജ് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഓർമ്മ കൊണ്ടുതന്നെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. So mass into acceleration of the fluid, mass can be written as
density into volume, and acceleration can be written as velocity divided by time. Within this equation, you are considering volume by time. Okay, volume by time is discharge. Discharge നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം പെർ സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. ഏരിയ ആൻഡ് വെലോസിറ്റി ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂന്റ് ഇക്വേഷനും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. So rho into area and velocity into velocity. So finally, inertia force in equation എന്തായി? Rho a v square ആയി. Okay. ഫർദർ ആയിട്ട് നിങ്ങൾ ഇനി ഫ്ലൂയിഡ് മെഷീനറിയും അത് ഇതൊക്കെ നോക്കാൻ പോകുന്നുണ്ട് അടുത്ത സെമ്മിലൊക്കെ. ഫ്ലൂയിഡ് മെക്കാനിക്സ് ബേസ് നോക്കി അടുത്ത സെമ്മിൽ നിങ്ങൾ ഫ്ലൂയിഡ് മെഷീനറീസ് നോക്കും. അവിടെയൊക്കെ വേണ്ടുന്നതാണ് റെനോൾഡ്സ് നമ്പറും ഇനേർഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ. അതുകൊണ്ട് ഇതാണ് എല്ലാത്തിന്റെയും ഇനി അങ്ങോട്ടേക്കുള്ള ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ പഠിക്കേണ്ട. അവിടെയൊക്കെ ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് തറോ ആയിരിക്കണം. ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ആയിട്ട് തറോ ആയിട്ട് ഇരിക്കണം നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. So Reynolds number is the ratio of inertia force of a flowing fluid to the viscous force of the fluid. Right? This expression is inertia for inertia force. Equation will become rho a v square. Then for a viscous force and for viscous force, it will be shear stress into viscous force. Shear stress into area. We already know viscous force equation. Shear stress into area tau into a. Tau one. ഇത് ഏത് ലോയിലാന്ന് വരുന്നത്? ടൗ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻടു ഡി യു ബൈ ഡി വൈ. ഏതാ ലോ? കാർത്തിക് ഉണ്ട് ക്ലാസ്സില്? കാർത്തിക്, ഇത് ഏതാ ലോ? ടൗ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻടു ഡി യു ബൈ ഡി വൈ എന്നുള്ളത് ഏതാ ലോ? നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്. ആ ലോന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ ആണ് ഇത്. ഷിയർ സ്ട്രെസ് ഈക്വൽ ടു മ്യൂ ഇൻടു ഡി യു ബൈ ഡി വൈ. അത് ഏതാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലോ ഏതാണ്? ഏത് ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്? ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ ഒരു ലോ വിസ്കോസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട്? ഓർമ്മയില്ല കാർത്തിക? ഏത് ഇക്വേഷൻ? How is equal to mu into du by dy എന്നുള്ളത് ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ വിസ്കോസിറ്റി റിലേറ്റഡ് ആയിട്ട് ഏത് ലോയെ പഠിച്ചിട്ടില്ല നമ്മള്? ഒന്നും പഠിച്ചിട്ടില്ലേ? ന്യൂട്ടൺസ് ലോ viscosity. According to Newton's law of viscosity, we can write tau is equal to mu into du by dy. So I equation ചെയ്തു, ഇവിടെ shear stress resubstitute ചെയ്തു. So mu into du by dy into a. So equation will become mu into du by dy എഴുതി ഒന്ന് v by l എഴുതി. Just velocity length in terms like mu v by l into a. Okay. So Reynolds number is the ratio of inertia force to viscous force. So inertia force was rho a v square divided by viscous force is mu into v divided by l into a equal to rho v l by mu. Rho v l by mu. This is the equation. Rho v l by mu. That is kinematic viscosity. Sorry, dynamic viscosity. Any kinematic viscosity terms mu by rho ആണെന്ന് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പം ഈ റോനെ എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് കൊടുത്ത് mu by rho എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. So equation will become v into l by nu. V into l by nu. Okay, v into l by nu. So Reynolds number equation എന്താ? rho v l by mu അല്ലെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ടേംസിൽ എഴുതിയാൽ v l divided by nu. Okay, this is the equation for Reynolds number. ഇത് ലീനിയർ കേസിലാണ് ഡയമെൻഷൻ ലെങ്ത് എടുക്കുക. സപ്പോസ് ഒരു സർക്കുലർ പ്ലേറ്റ് ആണെങ്കിൽ എന്ത് വരും? ജസ്റ്റ് റോ വി എൽ ബൈ മ്യൂവിന് പകരം റോ വി ഡി ബൈ മ്യൂ വരും. ഒരു സർക്കുലർ പ്ലേറ്റ്, ഒരു സർക്കുലർ പാസേജ് ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ വരും. ലീനിയർ പാസേജ് ആകുമ്പോൾ അതിന്റെ ലെങ്ത് വന്നേ ഉള്ളൂ. ഓക്കെ, സർക്കുലർ ആണെങ്കിൽ റോ വി ഡി ബൈ മ്യൂ എന്ന് വരും. റോ വി ഡി ഡിവൈഡ് ബൈ മ്യൂ എന്ന് വരും. ഓക്കെ, സെക്കൻഡ് നമ്പർ is Froude's number. Okay, it is the square root of ratio of inertia force to gravitational force. Froude's number is the ratio of square root of the ratio of
Inertia force to gravitational force. In inertia force, we already equation kണ്ടുപിടിച്ചു. Rho a v square. Okay, inertia force we already equation kണ്ടുപിടിച്ചു. Rho a v square. Gravity force and the mass into acceleration due to gravity ആണ്. Sorry, mass into acceleration due to gravity. So mass and the density into volume, acceleration due to gravity g ആണ് അല്ലേ? So വോളിയത്തെ ഞാൻ എന്ത് ചെയ്തു? L cube എന്ന് എഴുതി. ഒരു ഡയമെൻഷൻ L ആണെങ്കിൽ വോളിയം L cube എഴുതി. Rho L cube into g. Okay, rho L cube into g. അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് rho L square into L എഴുതി. L square എന്താ? ഏരിയ ആണ്. സപ്പോസ് ഒരു ക്യൂബ് ഒക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു സർഫസ് ഒക്കെ എടുക്കുന്നതാണെങ്കിൽ L square into L വരും. L square എന്ന് പറയുന്നത് ഏരിയ ആണ്. ഓക്കെ, സോ റോ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു ജി വന്നു. അതൊന്ന് റൂട്ട്സ് നമ്പർ കണ്ടുപിടിക്കും. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്ക്വയർ റൂട്ട് ഓഫ് റോ എ വി സ്ക്വയർ ഡിവൈഡ് ബൈ റോ എ എൽ ഇൻറ്റു ജി. റോ എ ക്യാൻസൽ ചെയ്തു. ദെൻ റൂട്ട് ഓഫ് വി സ്ക്വയർ ബൈ എൽ ജി അല്ലെങ്കിൽ വി ബൈ റൂട്ട് ഓഫ് എൽ ജി. ഓക്കെ, വി ബൈ റൂട്ട് ഓഫ് എൽ ജി. വി ബൈ റൂട്ട് ഓഫ് എൽ ജി അതാണ് എന്തിന്റെ ഇക്വേഷൻ? റൂട്ട്സ് നമ്പറിന്റെ ഇക്വേഷൻ v by root of lg. Okay, roots number equation v by root of lg. Any third one, Euler's number. First one നോക്കി Reynolds number നോക്കി, second one Roots number നോക്കി, then third one Euler's number. Okay, Euler's number. So it is defined as square root of എല്ലാത്തിനും inertia force ആയിട്ടുള്ള relation ആണ്. Inertia force divided by viscous force, inertia force divided by gravitational force, inertia force divided by pressure force. ഇതൊക്കെ inertia force ആണ് ന്യൂമറേറ്ററിലൊക്കെ വരുന്നത് inertia force ആണ്. Okay, inertia force ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. So it is defined as square root of the ratio of inertia force of a flowing fluid to the pressure force. Okay, inertia force to the pressure force. So inertia force എന്താ? റോ എ വി സ്ക്വയർ ആണ്. അതിൽ സംശയം, അതിൽ വേരിയേഷൻ ഒന്നുമില്ലേ? പ്രഷർ ഫോഴ്സ് എന്തായിരുന്നു? പ്രഷർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്, പി ഇൻറ്റു എ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ വിൽ ബിക്കം സ്ക്വയർ റൂട്ട് ഓഫ് റോ എ വി സ്ക്വയർ ഡിവൈഡ് ബൈ പി എ. എ യുയും ക്യാൻസൽ ചെയ്തു. റൂട്ട് ഓഫ് വി സ്ക്വയർ ബൈ പി ബൈ റോ അല്ലെങ്കിൽ ഈക്വൽ ടു വി ബൈ റൂട്ട് ഓഫ് പി ബൈ റോ. വി ബൈ റൂട്ട് ഓഫ് പി ബൈ റോ. ഓക്കെ, വി ബൈ റൂട്ട് ഓഫ് പി ബൈ റോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റെനോൾഡ്സ് നമ്പറും ഫ്രൂട്ട്സ് നമ്പറും ആണ്. അത് കാരണം അതുമായിട്ട് റിലേറ്റഡ് ആയി സർട്ടൻ ലോസ് ഒക്കെ നമുക്ക് പഠിക്കാൻ. ഓക്കെ, ദെൻ എന്ന് വെച്ച് ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, മച്ച് മോർ കമ്പാരിറ്റീവ്ലി. ഓക്കെ, സോ ഓയിലേഴ്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്താ വരിക? വി ബൈ റൂട്ട് ഓഫ് പി ബൈ റോ. വി ബൈ റൂട്ട് ഓഫ് പി ബൈ റോ. ഈ പറഞ്ഞ മൂന്നെണ്ണം ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ മൂന്നെണ്ണം forces, then different types of forces, then Reynolds number, then Fruits number, then Euler's number. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, then fourth one is Weber number. Okay, fourth one is Weber number. Weber number, it is defined as square root of same ആണ്. ഓരോ ഫോഴ്സ് ആയിട്ട് മാറി മാറി വരികയാണ്. ഇനീഷ്യലി വിസ്കസ് ഫോഴ്സ് വന്നു, then gravitational force വന്നു, then pressure force വന്നു. Now it is a relation with surface tension force. Okay, Weber number is the ratio of square root of ratio of inertia force to surface tension force. Inertia force to surface tension force. Okay, so Weber number WE. In the notations on നോക്കി വെക്കണേ, notations ഒക്കെ. Reynolds number RE ആണ്, Roots number FE ആണ്, F subscript E ആണ്, Euler's number EU, then Weber number W subscript E. Okay, it is the square root of, it is equal to square root of ratio of inertia force to surface tension force. Inertia force നമ്മൾ already discuss ചെയ്തതാണ്.
rho A V square. Surface tension force എന്താ പറഞ്ഞ സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് ഓഫ് സർഫസ് സിഗ്മ ഇൻറ്റു എൽ വരും. അങ്ങനെ വരുമ്പോ എന്താ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ പിന്നെ ഇക്വേഷൻ എഴുതാൻ വലിയ പണിയില്ല. നമുക്ക് ആലോചിക്കുന്നുണ്ട് പ്രഷർ ഇൻറ്റു സർഫസ് ഏരിയ, സർഫസ് ടെൻഷൻ ഫോഴ്സ്, സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത്. ഓക്കെ, അത്തരത്തിലൊന്നും നോക്കുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാസിന്റെ ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി, ഇനേർഷ്യ ഫോഴ്സ് ആകുമ്പോൾ മാസിന്റെ ആക്സിലറേഷൻ, വിസ്കസ് ഫോഴ്സ് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. കാരണം ഇതൊക്കെ നമ്മൾ ബാക്കി മൊഡ്യൂൾസിൽ പഠിച്ചു വരുന്നതാണ്. പിന്നെ അതിന്റെ ഇക്വേഷൻ പിന്നെ കണ്ടുപിടിക്കാനൊന്നുമില്ല. ആ ഇനേർഷ്യ ഫോഴ്സിന്റെ മാത്രം ഒന്ന് ഫോർമാറ്റ് ഒക്കെ മാറി വരുന്നുണ്ട്, റോ എ വി സ്ക്വയർ ഒക്കെ എഴുതി വരുന്നു. ബാക്കിയൊക്കെ ഡയറക്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ തന്നെയാണ് ഇക്വേഷൻ. സിഗ്മ ഇൻറ്റു എൽ, then directly substitute ചെയ്യാം. റോ എൽ സ്ക്വയർ, ഏരിയ ഞാൻ എൽ സ്ക്വയർ ആയി കാണിച്ചു ചെയ്തു, ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എൽ. ഒന്ന് സോൾവ് ചെയ്ത് വന്ന ഫൈനൽ ഇക്വേഷൻ ബിക്കം വി ബൈ റൂട്ട് സിഗ്മ ബൈ റോ എൽ, വി ബൈ റൂട്ട് സിഗ്മ ബൈ റോ എൽ. ഓക്കെ, വി ബൈ റൂട്ട് സിഗ്മ ബൈ റോ എൽ എന്തിന്റെ വെബർ നമ്പർ. ഇനി ഫിഫ്ത്ത് വൺ മാക് നമ്പർ. മാക് നമ്പർ എന്താ വരിക? അപ്പോ ഇനി ഏതാ ബാക്കിയുള്ളത്? ഇലാസ്റ്റിക് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ്. നമ്മൾ ആദ്യത്തെ റെനോൾഡ്സ് നമ്പർ പറയുമ്പോൾ മാത്രമേ സ്ക്വയർ റൂട്ട് ഇല്ലാണ്ടുള്ളൂ. ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഇതൊക്കെ എളുപ്പമാണ്. ഒന്ന് എല്ലാം കൂടി ഒന്ന് ഓർത്തൊന്ന് എഴുതി നോക്കി ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കും, ഇതൊക്കെ എളുപ്പമാണ്. കാരണം ഇനേർഷ്യ ഫോഴ്സ് എല്ലാത്തിനും ന്യൂമറേറ്റർ ഇനേർഷ്യ ഫോഴ്സ് ആണ്. ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്, ഇനേർഷ്യ ഫോഴ്സ് ടു gravitation force, inertia force to pressure force, inertia force to surface tension force, inertia force to elastic force. അല്ലേ? ഇതേ വരുന്നുള്ളൂ എല്ലാത്തിലും. പക്ഷെ ആദ്യത്തെ റെനോൾഡ്സ് നമ്പർ മാത്രം സ്ക്വയർ റൂട്ട് ഇല്ല, ബാക്കി എല്ലാത്തിനും സ്ക്വയർ റൂട്ട് ഉണ്ട്. ആ ഒരു വ്യത്യാസം ഓർത്ത് വെച്ചാൽ ബാക്കിയൊക്കെ കണക്റ്റഡ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് പഠിക്കുന്നത്. എല്ലാം ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കാതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഒന്നിച്ച് വരുന്ന സാധനമൊക്കെ ഒന്ന് എഴുതി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലും റിലേഷൻ അത് തമ്മിലുണ്ടാവും. അപ്പൊ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, റൈറ്റ്? പിന്നെ ആകെ ഇനേർഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ റോ എ വി സ്ക്വയർ പറഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന ഇലാസ്റ്റിക് ഫോഴ്സ് എന്താ ഇലാസ്റ്റിക് ഫോഴ്സിന്റെ ഏരിയ, ഇലാസ്റ്റിക് സ്ട്രെസിന്റെ ഏരിയ, ഷിയർ ഫോഴ്സ് എന്താ ഷിയർ സ്ട്രെസിന്റെ ഏരിയ, സർഫസ് ടെൻഷൻ ഇൻടു ലെങ്ത്. ആ ഒരു ഓർഡറിൽ ഒന്ന് നോക്കി വെച്ചാൽ എന്താ ഈസി ആയിട്ട് ഓർത്ത് വെച്ചിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു മെത്തേഡിലേക്ക് ഒരു സ്റ്റഡി കൊണ്ടുവരണം. ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് കമ്പയർ ചെയ്ത് എല്ലാം ബൈഹാർട്ട് മക്കപ്പിന്റെ ഓർഡറിലേക്ക് പോകാതെ ഒന്ന് ട്രിക്കി ആയിട്ട് നോക്കുക. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നമുക്ക് ഓർത്ത് വെക്കാൻ ഈസി ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മൈൻഡിലേക്ക് നമുക്കൊന്ന് സെറ്റ് ആയിട്ട് അപ്പാടും ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റ് ആയി കണക്ട് ചെയ്ത് വരാൻ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും അതിൽ. ചിലപ്പോൾ ഒറ്റക്കൊറ്റക്ക് ഒരു റിലേഷൻ ഉണ്ടാവില്ലായിരിക്കും. ഇപ്പൊ ഒരു കൂട്ടം നോൺ ഡൈമെൻഷൻ നമ്പേഴ്സ് എല്ലാം കൂടി ഒന്ന് എടുത്തു നോക്കുമ്പോൾ എല്ലാം ഇനേർഷ്യ ഫോഴ്സ് ആണ് ന്യൂമറേറ്റർ, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഫോഴ്സസ് ഒന്ന് കണക്ട് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ആദ്യത്തിൽ മാത്രം സ്ക്വയർ റൂട്ട് ഇല്ല, ബാക്കിയൊക്കെ സ്ക്വയർ റൂട്ട് ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു റിലേഷൻ എഴുതിയെടുക്കാൻ പറ്റും. സോ എന്താ വരിക? മാക് നമ്പർ റിലേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡ് ബൈ ഇലാസ്റ്റിക് ഫോഴ്സ്. ഇലാസ്റ്റിക് ഫോഴ്സ് എന്താ? ഇലാസ്റ്റിക് സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഇലാസ്റ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ഇലാസ്റ്റിക് സ്ട്രെസ് നമ്മൾ കെ എന്ന നൊട്ടേഷൻ കൊടുത്തു, കെ ഇൻറ്റു ഏരിയ. ഏരിയനെ ജസ്റ്റ് എൽ സ്ക്വയർ ആക്കി എന്ത് വരുന്നു? അല്ലെങ്കിൽ എൽ സ്ക്വയറിലെ കെ എന്ന് ഇട്ടാൽ മതി. എങ്ങനെയാലും ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. റോ ഇൻറ്റു എ ഇൻറ്റു ബി സ്ക്വയർ കെ ഇൻറ്റു എ ക്യാൻസൽ ചെയ്ത് പോയാൽ ഫൈനലി ബി സ്ക്വയർ ബൈ കെ ബൈ റോ വരും. സോ ഫൈനലി എം ഈസ് ഈക്വൽ ടു പി ബൈ റൂട്ട് ഓഫ് കെ ബൈ റോ. എം ഈസ് ഈക്വൽ ടു പി ബൈ റൂട്ട് ഓഫ് കെ ബൈ റോ. സോ റൂട്ട് ഓഫ് കെ ബൈ റോ ഈസ് ഈക്വൽ ടു ദി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദ ഫ്ലോയിങ് ഫ്ലൂയിഡ്. നമുക്ക് ആ ടൈപ്പിൽ എഴുതാം. മാക് നമ്പർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് fluid divided by velocity of sound in the fluid. Okay, Mach number equal to velocity of fluid, local velocity, current existing velocity, instantaneous velocity. ആ velocity divided by velocity of sound in the fluid. Okay, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു, ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയാം. ആ മീഡിയത്തിൽ സൗണ്ട് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയാം. സൗണ്ട് ഇപ്പൊ എയറിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആയിരിക്കില്ല വാട്ടറിൽ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി, അതായിരിക്കില്ല വേറൊരു മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി. സോ ആ പർട്ടിക്കുലർ മീഡിയത്തിൽ പർട്ടിക്കുലർ ഫ്ലൂയിഡിൽ വെലോസിറ്റി സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണ് സി എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ നൊട്ടേഷൻ ആണ് എപ്പോഴും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ മറ്റേ
ന്യൂ ലാംഡയും ഫ്രീക്വൻസിയും വെലോസിറ്റിയും സൗണ്ട് ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഇല്ല നമുക്ക്. അവിടേക്കുള്ള ജനറൽ നൊട്ടേഷൻ ആണ് എന്ത് സി എന്ന് പറയുന്നത്. എം ഈസ് ഈക്വൽ ടു എം, മാക് നമ്പർ ഈക്വൽ ടു വി ബൈ സി. മുന്നേ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും ബേസ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, റൈറ്റ്. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് എന്താ, ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. നമ്മൾ ഏറ്റവും ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ ഇവിടെ പഠിക്കുന്നതൊക്കെ എടുക്കുന്ന അസംഷൻ എന്താ, ഇൻകംപ്രസിബിൾ ആണ്. ഡെൻസിറ്റി വിൽ നോട്ട് വാരി while applying a force or while a fluid is moving, flowing. ഇത് നമ്മൾ ഫർദർ ആയിട്ട് ഫോർത്ത് ഇയർ ഒക്കെ നമ്മൾ വേറൊരു സബ്ജക്ട് പഠിക്കും, കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. അതായത് ഇവിടെ പഠിച്ചാൽ നേരെ റിവേഴ്സ്. ഇവിടെ നമ്മൾ ഡെൻസിറ്റി വേരി ചെയ്യുന്നതിലാണെങ്കിൽ അവിടെ പ്രഷർ ഒക്കെ അപ്ലൈ ചെയ്യും, ഡെൻസിറ്റി വേരി ചെയ്യും. ആ ഒരു കേസസിലൊക്കെയാണ് എന്ത് വരുന്നത്, മാക് നമ്പർ നിങ്ങൾ പഠിക്കാണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റിലേഷൻ ആണ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദാറ്റ് ഫ്ലൂയിഡ് ഈസ് മാക് നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ മാക് നമ്പർ ഈസ് ഈക്വൽ ടു വി ബൈ റൂട്ട് ഓഫ് കെ ബൈ റോ. ഓക്കെ, വി ബൈ റൂട്ട് ഓഫ് കെ ബൈ റോ. ഓക്കെ, ഇത്രയും അറിഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ നമ്പേഴ്സ്, നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് ഒക്കെ മനസ്സിലായോ? ഏതെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ, ക്ലാരിറ്റി പ്രശ്നം, ഇക്വേഷൻ മനസ്സിലാവാത്ത ഡെറിവേഷൻ ചെയ്ത് ചെയ്യുന്നില്ലാന്നുണ്ടോ? ഹലോ, അമിതിനും മനസ്സിലായോ? ക്ലിയർ ആണ്? അങ്ങനത്തെ ഏതൊക്കെയാ നമ്മള് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാ നമ്മൾ പഠിച്ച ഫോഴ്സ് ഏതൊക്കെയാണ്? പോയാ അമിത്തപ്പാട് പോയാ? ഇല്ല സാർ, ഒരു കോള് വന്നേ പെട്ടെന്ന്. എന്നാ പറ, നമ്മൾ പഠിച്ച ഫോഴ്സ് ഏതൊക്കെയാ ഇപ്പൊ പഠിച്ചിരുന്ന ഓർത്ത് നോക്കി. ഓർമ്മയില്ലത് പറ. എങ്ങനെ? എനിക്ക് ഓർമ്മയില്ല, കേട്ടതിൽ വെച്ച് ഓർമ്മയില്ല ഫോഴ്സ് നമ്മളിപ്പോ പഠിച്ച. ഒന്നും ഓർമ്മയില്ല, ഒന്നുപോലും. സാർ ഞാൻ പറഞ്ഞുതരാം. സാർ ഇത് ഇനേഷ്യ ഫോഴ്സ്, പിന്നെ ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ എലാസ്റ്റിക് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഇതൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞു, ബാക്കി എടുത്തു. ആകാശ്, അഖിൽ, അമിത്, സാർ, അനിരുദ്ധ്, കാർത്തിക്, സാർ, ലാദിൻ, സാർ, പ്രസാദ്, മുക്താസിം, അസഫ്, ഫർദീൻ, ഫത്തേഹ്, സമ, സിയാൻ, നിഷാദ്, നിവേദ്, പ്രത്യുഷ്, രാഹുൽ, തരുൺ,
Saurabh, Present, sir. Saurabh, Sriraj, Present, sir. Vishnu AP, Present, sir. Vishnu N, Dharmesh, Present, sir. Sir, present. Okay, Dharmesh, okay. ബാക്കി ചെറിയൊരു ടോപ്പിക് നമുക്ക് തുടങ്ങി വെക്കാം അടുത്ത നാളത്തേക്ക്. That is model analysis. Okay. So model analysis നമ്മളിപ്പോ ഡയമെൻഷൻ അനാലിസിസ് ഡിസ്കസ് ചെയ്തു അല്ലെ. ഡയമെൻഷൻ അനാലിസിസ് വരുന്ന വേറൊരു മെത്തേഡ് ആണ് ഇത് മോഡൽ അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സർട്ടൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ഡാം, സ്പിൽവേസ്, ഇതൊക്കെ പോലെ സ്ട്രക്ചർ അല്ലെ. ഹൈഡ്രോളിക് മെഷീൻസ്, ടർബൈൻസ്, പമ്പ്. പക്ഷെ ഇതിന്റെയൊക്കെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും, ബിഗ് സൈസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ റിക്വയർമെന്റിന് ഓക്കെ ആണോ, നമ്മളെ വിചാരിച്ച രീതിയിലെ കപ്പാസിറ്റി കിട്ടും, അല്ലെ ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യും. അത് ഉണ്ടാക്കി ഫുൾ സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു ഡാം ഒക്കെ ഫുള്ള് കൺസ്ട്രക്ട് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഒരു സിറ്റിന്റെ ഫീസിബിലിറ്റി നോക്കാൻ പറ്റും? ഇല്ല, ആ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ചില സ്മോൾ സൈസ്ഡ് മോഡൽസ് ഉണ്ടാക്കി വെക്കും. ഇതിന്റെ എക്സാക്ട് സാധനത്തിന്റെ റെപ്ലിക്ക. ഓക്കെ, ആക്ച്വൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ആക്ച്വൽ മെഷീൻ, ഒരു ടർബൈൻ്റെ ഒക്കെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കി വെക്കും. ഓക്കെ, ആ റെപ്ലിക്ക നമ്മൾ പറയുന്നതാണ് മോഡൽ. ഓക്കെ, ഈ മോഡലിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ സ്ട്രക്ചറിൽ വരുന്ന ടെസ്റ്റ് ഒക്കെ നടത്തും. മോഡലിൽ കിട്ടുന്ന റിസൾട്ട് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക, ആക്ച്വൽ സ്ട്രക്ചറിലും കിട്ടുക. ഈ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്ന വേറൊരു പേരാണ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, ആക്ച്വൽ സ്ട്രക്ചറിൽ പറയുന്ന വേറൊരു പേരാണ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, സോ ദിസ് സ്റ്റഡി ഓഫ് മോഡൽസ് ഓഫ് ആക്ച്വൽ മെഷീന്റെ മോഡൽസ്, അതിന്റെ സ്റ്റഡീനെയാണ് നമ്മൾ എന്താ പറയും, മോഡൽ അനാലിസിസ്. Actually, model analysis is an experimental method of finding out a solution to a complex flow problem. But exact analytical solutions are possible only for a limited number of flow problems. എല്ലാ തരം പ്രോബ്ലം നടക്കൂല, പക്ഷെ നമ്മൾ ഒരുവിധം എല്ലാ തരം പ്രോബ്ലംസും നമുക്ക് ഇതുമായിട്ട് മോഡൽ അനാലിസിസ് നടത്താം. നമ്മള് ഫർദർ ആയിട്ട് ഒരു സ്ട്രക്ചർ മൊത്തമായിട്ട് ഉണ്ടാക്കി നോക്കി, അല്ലെങ്കിൽ ഒരു ഡിസൈൻ നോക്കി എന്നിട്ട് അതിൽ ബേസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മൾ ഡിഫറെന്റ് ഡിസൈൻ ഉണ്ടാക്കി നോക്കും. ഒരു ടർബൈൻ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഡിസൈൻ ഉണ്ടാക്കി നോക്കും. എന്നിട്ട് ആ ഡിസൈനിലൊക്കെയാണ് നമ്മൾ ഓരോ പരീക്ഷണം നടത്തിയിട്ട് ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക, നമ്മൾ ആക്ച്വൽ ആയിട്ട് ഉണ്ടാക്കുക അല്ലെ. അപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആ മോഡലിന്റെ മോഡൽ അനാലിസിസ് നടത്തും. കാറിനെയൊക്കെ ഫ്ലോ പ്രോബ്ലം, ക്രാഷ് ടെസ്റ്റ് എല്ലാം നമ്മൾ നടത്തി നോക്കുന്നില്ലേ. ഇതൊക്കെ ഒരു ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി നോക്കി അതിന്റെ മോഡൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വൽ പ്രൊഡക്റ്റിലേക്ക് പോകുക. ആ ഒരു മെത്തേഡ്, അതിനെയാണ് നമ്മൾ പറയുക മോഡൽ അനാലിസിസ്. ഓക്കെ, ഇതിന്റെ സർട്ടൻ അഡ്വാൻറ്റേജസ് ആണ്. പെർഫോമൻസ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ, ഹൈഡ്രോളിക് മെഷീൻ ക്യാൻ ബി ഈസിലി പ്രെഡിക്ട്. നമുക്ക് മുൻകൂട്ടിയായിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഇൻ അഡ്വാൻസ് ആയിട്ട് ഫ്രം മോഡലിൽ ഉണ്ടാകുന്ന റിസൾട്ട്സ്. അല്ലെ മോഡലിന്റെ പെർഫോമൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോട്ടോടൈപ്പിന്റെ പെർഫോമൻസ് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. So with the help of dimension analysis, we can build a relationship between variables influencing the flow problem. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബക്കിംഗ്ഹാം തിയറി ഒക്കെ വെച്ച് നമുക്ക് പാരാമീറ്റേഴ്സ് അറിയാമെങ്കിൽ പാരാമീറ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ. തേർഡ് വൺ ഈസ് ഡിഫറെന്റ് ഡിസൈൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിഫറെന്റ് ഡിസൈൻ ഉണ്ടാക്കി നോക്കും നമ്മൾ. ആ ഡിസൈനിന്റെ ഒക്കെ ഡിമെറിറ്റ്സും മെറിറ്റ്സും ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്തൂടെ. ആ മെറിറ്റ്സ് ഒക്കെ നോക്കി ഡിമെറിറ്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാം, ആക്ച്വൽ സ്ട്രക്ചർ ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ, അത് മോഡൽ അനാലിസിന്റെ ഒരു മെറിറ്റ് ആണ്. ഡിഫറെന്റ് ആയിട്ട് ഡിസൈൻ, അവസാനം ഏറ്റവും സെക്യൂർ ആയിട്ട് ഏറ്റവും സേഫ് ആയിട്ട് ഡിസൈനെ നമ്മൾ ഫൈനലി അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു അനദർ മെത്തേഡ്, ഒരു അനദർ അഡ്വാൻറ്റേജ്. So the test performed on the models can be utilized for obtaining an advanced useful information about the performance of prototypes. Okay, സിമിലർ ആണ്, നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഇതിന്റെ പെർഫോമൻസ് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ, നമ്മൾ ആക്ച്വലും മോഡൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റെപ്ലിക്ക ആയിരിക്കണം. നമുക്ക് ഡയമെൻഷനലി നമ്മളിപ്പോ ഒരു വലിയൊരു സൈസിലെ സാധനം അതിന് ഈക്വൽ ആയിട്ട് ഡയമെൻഷനലി ചെറുതാക്കൂലേ. നമ്മൾ ഗ്രാഫിക്സിലൊക്കെ പഠിച്ചില്ലേ, ഗ്രാഫിക്സ് എന്താ, സ്കെയില് കുറച്ചിട്ട് വരക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഫസ്റ്റ് ഗ്രാഫിക്സ് പഠിച്ചില്ലെങ്കിൽ സ്കെയില് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും,
അതിനൊരു സ്മോൾ സ്കെയിലിലേക്ക് കൊണ്ടില്ല, ഒരു വലിയ സൈസിലുള്ള സാധനമൊക്കെ നമ്മൾ ട്രാഫിക് ഷീറ്റിലേക്ക് എങ്ങനെ വരയ്ക്കുക, 1 സെന്റിമീറ്റർ 100 സെന്റിമീറ്ററിന് നമ്മൾ 1 സെന്റിമീറ്ററിലാക്കി കാണിക്കും അല്ലെ. എല്ലാ സൈഡിലും ഈക്വലി ഡയമെൻഷൻ കുറച്ചിട്ട് സ്മോൾ സ്കെയിലിലേക്ക് കാണിക്കും. സെയിം ആണ്. അതേപോലെ ഗ്രാഫിക്സിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതേപോലെ എന്ത് ചെയ്യും, ഈ ആക്ച്വൽ സൈസിലുള്ള ബിഗ് സൈസിലുള്ള സാധനത്തെ നമ്മൾ സ്മോൾ സൈസ് മോഡലിലേക്ക് അതിന്റെ റെപ്ലിക്ക ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ റെപ്ലിക്കയിലേക്ക് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് എന്തുണ്ടാവണം, സർട്ടൻ സിമിലാരിറ്റീസ് എക്സിസ്റ്റ് ചെയ്യണം മോഡൽസും പ്രോട്ടോടൈപ്പും തമ്മിൽ. സിമിലിറ്റ്യൂഡ് മീൻസ് ഇറ്റ് ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ model and its prototype in every respect. Okay, which means that the model and prototype have similar properties, or model and prototype are completely similar. Now already പറഞ്ഞ പോലെ ഡയമെൻഷൻ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് മൂന്നും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള റിസൾട്ട്സ്, അതായത് മോഡൽ ഉണ്ടാക്കുന്ന അതേ റിസൾട്ട്സ് തന്നെ നമുക്ക് എവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രോട്ടോടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനുള്ള സിമിലാരിറ്റീസ് ഏതൊക്കെ ടൈപ്പാണ്? ഫസ്റ്റ് വൺ ഈസ് ജോമെട്രിക് സിമിലാരിറ്റി, then kinematic similarity, then dynamic similarity. Okay, geometric similarity, kinematic similarity, then dynamic similarity. Geometric similarity എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രാഫിക്സിലൊക്കെ പറഞ്ഞ പോലെ ആക്ച്വൽ സൈസിനെ നമ്മൾ റേഷ്യോ കുറച്ച്, ഓരോ എല്ലാ സൈഡിലും ഈക്വൽ റേഷ്യോസ് എടുത്തിട്ട് ലീനിയർ ഡയമെൻഷൻസിന് കുറച്ച് കൊണ്ടിട്ട് മോഡലിന്റെ സൈസ് കുറച്ച് കൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ എന്താ, എല്ലാ സൈഡും ഈക്വൽ ഡയമെൻഷനിലായിരിക്കണം, അതായത് ഒരേ റേഷ്യോയിലായിരിക്കണം. ലെങ്ത് എത്ര കുറക്കുന്നോ അതേ റേഷ്യോയിലുള്ള വിഡ്ത് കുറക്കണം. അതാണ് ഫൈനലി സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, geometric similarity is said to exist between model and prototype. The ratio of all the corresponding linear dimensions in the model and prototype are equal. അതായത് മോഡലിന്റെ ലെങ്ത്തും പ്രോട്ടോടൈപ്പിന്റെ ലെങ്ത്തും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടാവും. അതേ റേഷ്യോ തന്നെ ആയിരിക്കും മോഡലിന്റെ വിഡ്ത്തും പ്രോട്ടോടൈപ്പും തമ്മിൽ. സോ അങ്ങനെ വരുമ്പോൾ എന്താ, അതിന്റെ ലീനിയർ ഡയമെൻഷൻ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും, ഏരിയ, വോളിയം, ഇതൊക്കെ എന്തായിരിക്കും, സിമിലർ റേഷ്യോയിലായിരിക്കും. Okay, suppose LM is the length of model, BM is the breadth of model, the diameter of the model DM, AM M വെച്ച് സഫിക്സ് കൊടുക്കുന്നതൊക്കെ മോഡലിൻ്റെതാണ്, ഏരിയ, വോളിയം ഇതൊക്കെ. P സഫിക്സ് വെച്ച് കൊടുത്താൽ എന്താ, കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് പ്രോട്ടോടൈപ്പ് ആണ്, അതായത് ആക്ച്വൽ സ്ട്രക്ചറിന്റെ കറസ്പോണ്ടിങ് ടൈപ്പ് വാല്യൂസ് ഓഫ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, LM DM BM എന്നൊക്കെ പറയുന്നത് മോഡലിന്റെയും, LP BP DP എന്നൊക്കെ പറയുന്നത് പ്രോട്ടോടൈപ്പിന്റെയാണ്. സോ ജോമെട്രിക് സിമിലാരിറ്റി എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ലെങ്ത്തും പ്രോട്ടോടൈപ്പിന്റെ ലെങ്ത്തും മോഡലിന്റെ ലെങ്ത്തും ഒരു റേഷ്യോ കീപ്പ് ചെയ്യും. അതേ റേഷ്യോയിലായിരിക്കണം എന്താ, വിഡ്ത്ത് ഓഫ് പ്രോട്ടോടൈപ്പ് ടു വിഡ്ത്ത് ഓഫ് മോഡൽ. അതേ റേഷ്യോ ആയിരിക്കും ഡയമീറ്റർ ഓഫ് പ്രോട്ടോടൈപ്പ് ടു ഡയമീറ്റർ ഓഫ് മോഡൽ. സോ ആ ലീനിയർ ഡയമെൻഷൻസിലെ സ്കെയിൽ റേഷ്യോനെയാണെന്ന് പറയാ സ്കെയിൽ റേഷ്യോ. ഓക്കെ, ഇതൊക്കെ ലീനിയർ ഡയമെൻഷൻസ് ആണ്. ഏരിയ, വോളിയം ലീനിയർ ഡയമെൻഷൻസ് അല്ല. ലീനിയർ ഡയമെൻഷൻസിൽ വരുന്ന റേഷ്യോ ആണ് LR, അല്ലെങ്കിൽ അതിനെന്ത് പറയും, നമ്മുടെ സ്കെയിൽ റേഷ്യോ എന്ന് പറയും. ഓക്കെ, ജോമെട്രിക് സിമിലാരിറ്റി സ്കെയിൽ റേഷ്യോ. സോ സിമിലർലി എന്തായിരിക്കും, ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് സ്കെയിൽ റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു AP ഡിവൈഡ് ബൈ M, എന്താ LP ഇൻറ്റു BP ഡിവൈഡ് ബൈ LM ബൈ BM ആണ്. ഇത് BP ബൈ BM ഒരേ റേഷ്യോ ആണ്, LP ബൈ LM എന്ന് പറയുന്നത് LR ആണ് അല്ലെ. സോ സിമിലർലി നമുക്ക് എന്തുണ്ടാക്കും, LR സ്ക്വയർ. സോ സിമിലർലി LR ക്യൂബ് ഒക്കെ ഉണ്ടാക്കാം. ഇതാണ് എന്ത്, ജോമെട്രിക് സിമിലാരിറ്റി. സോ മോഡൽ അനാലിസിസ് നടത്തണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, സിമിലിറ്റ്യൂഡ് ആയിരിക്കണം. സിമിലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ടൈപ്പ് ഓഫ് സിമിലാരിറ്റീസും എക്സിസ്റ്റ് ചെയ്യണം. ജോമെട്രിക്, കൈനമാറ്റിക്, ദെൻ ഡൈനാമിക് സിമിലാരിറ്റീസ്. ബാക്കിയുള്ള കൈനമാറ്റിക്കും ഡൈനാമിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഈ പറഞ്ഞ സിമിലിറ്റ്യൂഡും സിമിലാരിറ്റി ഡൈനാമിക് അനാലിസിസ് ഒക്കെ മനസ്സിലായില്ലേ? ക്ലിയർ? ഓക്കെ, നമുക്ക് ബാക്കിയുള്ള പോർഷൻ അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കാം. Okay, thank you. Thank you.